ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രീതി ശ്രുതിയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇവിടെ എന്തെങ്കിലും കുസൃതി ഒപ്പിച്ചാൽ അതിന് അവസാനം ഫലം കണ്ടിട്ടേ ഉള്ളൂ എന്ന് പറയുന്നത് നമ്മുടെ ആശുവിന് തീരെ പറ്റുന്നില്ല കേട്ടോ. നിങ്ങളൊക്കെ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? എനിക്ക് ശബ്ദം തിരിച്ചു കിട്ടിയിട്ട് 2-3 മണിക്കൂറായി. ആ കഷായം കുടിച്ചപ്പോൾ തന്നെ എന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ നിൽക്കട്ടോ അശ്വിൻ. എന്താ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾക്ക് ശബ്ദം തിരിച്ചു കിട്ടിയിട്ട് 2-3 മണിക്കൂറായെന്നോ? എന്നിട്ട് പിന്നെ എന്തിനാ ഇങ്ങനെ അഭിനയിക്കുന്നത് എന്ന് സങ്കടത്തോടെ നമ്മുടെ ശ്രുതി ചോദിക്കാട്ടോ. ഇത് കാണുമ്പോൾ നമ്മുടെ മോഹനനാണെങ്കിൽ അശ്വിൻ അങ്ങ് വഴക്ക് പറയണേ. നല്ല പണി അശ്വിനി കാണിച്ചത്. നിനക്ക് ശബ്ദം കിട്ടിയത് ഞങ്ങളോടൊക്കെ പറഞ്ഞാൽ എന്താ കുഴപ്പം? വെറുതെ ഈ പാവത്തിന് എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അവൻ ആരും ഒന്നും പറയണ്ട, ഇനി പറയേണ്ടത് അവർ തമ്മിൽ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. അവരൊക്കെ പോയതിന് ശേഷം അശ്വിനോട് ശ്രുതി ചോദിക്കുന്നുണ്ട്, എല്ലാവരും പോയി ഇനിയെങ്കിലും പറ, നിങ്ങൾക്ക് ശബ്ദം തിരിച്ചു കിട്ടിയത് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? എനിക്കതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല എന്ന് പറഞ്ഞ് അശ്വിൻ അങ്ങ് പോവാട്ടോ. നിൽക്കണം മിസ്റ്റർ അശ്വിൻ സാറാം, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഇതൊക്കെ നിസ്സാരമായിരിക്കും. പക്ഷെ എനിക്കങ്ങനെയല്ല. കോൺട്രാക്റ്റ് പ്രകാരമാണെങ്കിലും ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. അറിയണോ? നിനക്ക് അറിയണോ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അങ്ങ് പറഞ്ഞു പോകട്ടോ. നിന്റെ കഷായം കുടിച്ചിട്ടാണ് എനിക്ക് ശബ്ദം കിട്ടിയത് എന്ന ക്രെഡിറ്റ് നിനക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയണേ. ഇത്രയ്ക്ക് അഹങ്കാരിയാവാൻ പറ്റുമോ മനുഷ്യന്? ഭാര്യയ്ക്ക് ക്രെഡിറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് 2-3 മണിക്കൂർ അഭിനയിക്കുക. നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഹൗ ഡെയർ യു, നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിനക്കറിയോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് നന്നായിട്ട് അറിയാം, അശ്വിൻ സാറാം എന്ന ദുരഭിമാനിയായ മനുഷ്യനോട് എന്ന് പറയുമ്പോൾ അശ്വിന് വല്ലാണ്ട് ദേഷ്യം പിടിക്കാട്ടോ. 2-3 മണിക്കൂർ അഭിനയിച്ചത് വെറുതെ ആയിപ്പോയില്ലേ? കത്തി കാണിച്ചിട്ടാണെങ്കിലും കഷായം കുടിപ്പിച്ചിട്ടാണെങ്കിലും എല്ലാവരുടെയും മുൻപിൽ ഇപ്പോൾ ക്രെഡിറ്റ് കിട്ടിയിരിക്കുന്നത് എനിക്ക് തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അശ്വിന് ദേഷ്യം പിടിച്ചിട്ട് വാട്ട്സ് ദ ഹെൽ എന്ന് ചോദിച്ച് ശ്രുതിയുടെ കഴുത്ത് ഞെക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ മുത്തശ്ശി വരിക കേട്ടോ. മുത്തശ്ശിയെ കണ്ടതും ശ്രുതി അങ്ങ് അഭിനയിക്കാട്ടോ. അശ്വിൻ്റെ തോളത്തൊക്കെ കൈ വെച്ചിട്ട്, എന്താ അശ്വിൻ സാർ എന്നോട് പറയാതിരുന്നത്? അപ്പൊ ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കട്ടോ അശ്വിൻ. അപ്പൊ ശ്രുതി നോട്ടം കൊണ്ട് ഇങ്ങനെ മുത്തശ്ശി വന്നത് കാണിച്ചു കൊടുക്കാണ്. ഈ ശബ്ദം കിട്ടിയത് ഞാനൊന്ന് അഞ്ജലി മേഡത്തെ വിളിച്ചു പറയട്ടെ, ചേച്ചിക്ക് വളരെ സന്തോഷാവും എന്നൊക്കെ പറയുമ്പോഴേക്കും അശ്വിൻ ചിരിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ മുന്നിലൂടെ അങ്ങ് പോവാണേ. അപ്പോൾ മുത്തശ്ശി പറയും, ശ്രുതി നമുക്ക് പോകാനുള്ള നേരമായി, കുഞ്ഞനോടൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെ ശ്രുതിയെയും മുത്തശ്ശിയെയും മനോരമയെയാണ് കേട്ടോ അശ്വിൻ അവിടെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ആ സമയത്ത് നമ്മുടെ മനോരമയാണെങ്കിൽ ആ പേപ്പർ നോക്കി വായിച്ച് പഠിക്കുകയാണേ. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു, ഇറ്റ് വിത്ത് പ്ലഷർ എന്നൊക്കെ ഇങ്ങനെ പെറുക്കി വായിക്കട്ടോ. എൻ്റെ മൈ ഗോഡ്, എനിക്ക് ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലും ഈ കുരിശിയിൽ നിന്നൊന്ന് ഒഴിവായാൽ മതിയായിരുന്നു. എന്നിട്ട് നല്ലൊരു ശ്വാസം വിട്ടിട്ട് പറയുന്നുണ്ട്, അതല്ല എനിക്ക് ഫസ്റ്റ് കിട്ടുകയും ചെയ്യും, ഞാൻ ഇതൊക്കെ പറയുകയും ചെയ്യും, പറ്റിയില്ലെങ്കിൽ നോക്കി വായിക്കെങ്കിലും ചെയ്യും, എന്നോടാ കളി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവാണ് കേട്ടോ. അതേസമയം നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഡിക്കിയിൽ നിന്ന് അവരുടെ ആ ഒരു കോസ്റ്റ്യൂം ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ അശ്വിൻ പറയും, വെയിറ്റ് ഉള്ളതാണെങ്കിൽ ഇവിടെ നിന്നോട്ടെ, ഞാൻ അങ്ങോട്ട് എടുത്ത് വെച്ചോളാം എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, വേണ്ടേ, നിങ്ങളുടെ ഹെഡ് വെയിറ്റ് തന്നെ നിങ്ങൾക്ക് താങ്ങാൻ വയ്യ, ഇതൊക്കെ ഞാൻ തന്നെ കൊണ്ടുപോയി വെച്ചോളാമേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി തന്നെ എടുത്തിട്ട് പോവാണേ. ആ സമയം നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ അശ്വിനോട്, കുഞ്ഞാ നീ ആ കാറിന്റെ കീ ഒന്ന് തന്നെ എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് പോവാണ്. പിന്നീട് അശ്വിൻ കീക്ക് വേണ്ടി കുറേ നേരം മുത്തശ്ശിയുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയും, നിന്റെ ഭാര്യയും അമ്മയും മുത്തശ്ശിയും എല്ലാം ഇവിടെ വന്നതേ പരിപാടി കാണാൻ വേണ്ടിയിട്ടല്ല, അതിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ നീ അല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത്, നീ ഇവിടെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞ് അങ്ങ് പോവാണ് കേട്ടോ ശ്രുതിയുടെ അടുത്തേക്ക്. അപ്പോൾ ശ്രുതി ആണെങ്കിൽ ആ കൊണ്ടുവച്ച ഡ്രസ്സൊക്കെ നോക്കുമ്പോൾ മുത്തശ്ശിക്ക് ഇടാനുള്ള ഡ്രസ്സ് ഉണ്ടാവില്ല. അപ്പോൾ മുത്തശ്ശിയോട് പറയും, മുത്തശ്ശിക്ക് ഇടാനുള്ള ഡ്രസ്സ് കാണാനില്ലല്ലോ, അയ്യോ ഞാൻ ഇതിൽ വെച്ചതാണല്ലോ, ഇതിലിപ്പോൾ എൻ്റെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ മുത്തശ്ശി, എനിക്കെന്നാ ഓർമ്മ പെശക, വീട്ടിൽ തന്നെ മറന്നു വെച്ചിട്ടുണ്ടാവും, ഞാൻ അഞ്ജലിയെ വിളിച്ച് പറയാന്ന് പറഞ്ഞാൽ അഞ്ജലിയെ വിളിക്കുമ്പോൾ അഞ്ജലി ഇങ്ങ് പോന്നിട്ടുണ്ടാവും കേട്ടോ. അവസാനം വേറൊരാളോട് പറഞ്ഞിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ അഞ്ജലി, ശ്യാം, ആകാശൊക്കെ അങ്ങ് വന്നിറങ്ങുന്നത്. അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ ചെന്നിട്ട് ചോദിക്കും, ആകാശേ നീ കാറിന്റെ കീ ഒന്ന് തന്നെ. ഇല്ല കുഞ്ഞാ, നിനക്ക് കാറിന്റെ കീ തരരുതെന്ന് മുത്തശ്ശി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പറഞ്ഞോളാം, ആകാശേ ആ കീ ഇങ്ങത്താ എന്ന് പറയുമ്പോൾ ആകാശ് പറയും, വേണ്ട ഏട്ടാ, ഏട്ടന് കീ തന്നാൽ പ്രീതിയുടെ പെർഫോമൻസ് പോലും കാണാൻ സമ്മതിക്കാതെ നിന്നെയും ഏട്ടൻ്റെ കൂടെ വിടുമെന്നാണ് മുത്തശ്ശിയുടെ ഭീഷണി എന്ന് പറയുമ്പോൾ അശ്വിൻ പറയും, നിങ്ങളുടെ ആരുടെയും സഹായം എനിക്ക് വേണ്ട, ഞാനൊരു ടാക്സി പിടിച്ച് പോയിക്കോളാം എന്ന് പറയുമ്പോൾ അഞ്ജലി പറയും, അതിന്
ടാക്സിക്ക് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് നിന്റെ കയ്യിൽ ഫോണൊന്നും ഇല്ലല്ലോ, അത് മുത്തശ്ശിയുടെ കയ്യിലല്ലേ, മുത്തശ്ശിയുടെ കയ്യിൽ അതൊക്കെ ഭദ്രമായിട്ടിരിക്കും എന്ന് പറഞ്ഞ് നിൽക്കാണ്. ആ സമയത്ത് നമ്മുടെ ശ്യാമിനോട് പറയുന്നുണ്ട് അഞ്ജലി, ശ്യാമേട്ടാ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അതെ, എൻ്റെ ഭാര്യയുടെ പെർഫോമൻസ് ആണെങ്കിൽ ഞാൻ തുടക്കം മുതൽ ഒടുക്കം വരെ ഇവിടെ തന്നെ കാണുമായിരുന്നു. ഇത് അങ്ങനെയല്ല, ഭാര്യയും ഭാര്യയുടെ ചേച്ചിയും മുത്തശ്ശിയും ഒക്കെ പെർഫോമൻസ് ചെയ്യുന്നതല്ലേ, അപ്പൊ അത് കഴിഞ്ഞു പോകുന്നതായിരിക്കും നന്നാവുക, അതാ അതിൻ്റെ ഒരു ശരി എന്ന് പറഞ്ഞിട്ട് മോഹനനും അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അഞ്ജലി പറയും, കുഞ്ഞാ നീ ശ്രുതിയുടെയും മുത്തശ്ശിയുടെയും പെർഫോമൻസ് കഴിയുന്നത് വരെയെങ്കിലും ഇവിടെ നിൽക്കുമോനെ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ മുത്തശ്ശിയെ കാണാനിട്ട് മുത്തശ്ശി മുത്തശ്ശി എന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ തിരിയുന്ന സമയത്ത് അശ്വിനെ കൂട്ടിയിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ശ്രുതി വന്നിട്ട് അശ്വിൻ്റെ തലയിൽ കൂട്ടി ഇടിപ്പിക്കുകയാണ് കേട്ടോ, ശ്രുതിയുടെ തല. അപ്പോൾ അശ്വിന് വേദനയായിട്ട് അത് ഒഴിയുന്നുണ്ട്. നീ എന്തൊക്കെ ഭ്രാന്തായി ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നെറ്റിയിൽ കൊമ്പ് മുളയ്ക്കുമെന്ന് എൻ്റെ അമ്മായി പറഞ്ഞിട്ടുണ്ട്, എനിക്കെങ്ങും വയ്യ ഈ പ്രായത്തിൽ നെറ്റിയിൽ കൊമ്പുമായിട്ട് നടക്കാൻ എന്ന് പറഞ്ഞ് അങ്ങ് പോകുന്ന സമയത്ത് അവിടെ കിടക്കുന്ന 2 വയറ് തടഞ്ഞ് ശ്രുതി അങ്ങ് വീഴാൻ പോവാണേ. ആസ് യൂഷ്വൽ അശ്വിൻ അങ്ങ് കൈ പിടിച്ച് ചേർത്ത് നിർത്താണ്. കുറച്ച് നേരം ആ റൊമാൻറ്റിക് സീനോടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അശ്വിന് വേദനിച്ചിട്ട് തല വീണ്ടും ഒഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രുതി പതിയെ സ്വരത്തിൽ ചോദിക്കുന്നുണ്ട്, എന്താ വേദനിച്ചോ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി അവിടെ പ്രത്യക്ഷപ്പെടുകയാണേ. എന്നിട്ട് അശ്വിൻ മുത്തശ്ശിയെ കണ്ടതും ശ്രുതിയെ അങ്ങ് വിടുകയാണ്. മുത്തശ്ശി കാറിൻ്റെ കീ എവിടെയാന്ന് പറ. അയ്യോ, ആ കാറിൻ്റെ കീയും മൊബൈൽ ഫോണും ഞാൻ എവിടെയോ കൊണ്ടുവച്ചു, ഓർമ്മയില്ല മോനെ. മുത്തശ്ശി സത്യമായിട്ടും കുഞ്ഞാ ഓർമ്മയില്ലാഞ്ഞിട്ടാ എന്ന് പറയുമ്പോൾ നമ്മുടെ അശ്വിൻ അങ്ങ് പോവാണ് കേട്ടോ. എന്നിട്ട് ശ്രുതിയും മുത്തശ്ശിയും നിന്ന് ചിരിക്കാട്ടോ. അങ്ങനെ ആയാൽ പറ്റില്ലല്ലോ, അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയും പറയുന്നുണ്ട്. അതിനുശേഷം ആ ടൈറ്റിൽ സോങ് ഇല്ലേ, അതൊരു കുട്ടി പാടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അത് ആ ഐഡിയ സ്റ്റാർ സിംഗറിലൊക്കെ ഉണ്ടായിരുന്ന ആര്യ എന്ന കുട്ടിയല്ല, ആ കുട്ടിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ മനോരമയാണെങ്കിൽ അവിടെ നിന്ന് ആസ്വദിച്ച് കേൾക്കുകയാണേ. ആ സമയത്തും പ്രീതി ചെല്ലുമ്പോൾ പ്രീതിയോട് പറയുന്നുണ്ട്, ആ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോഴേക്കും ഒരു ലേഡി വന്നിട്ട് പറയുന്നുണ്ട് മനോരമയോട്, അടുത്ത പെർഫോമൻസ് നിങ്ങളതാണേ, പെട്ടെന്ന് തന്നെ മാറ്റാൻ നോക്ക്. ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മാറ്റാൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്